പ്രേക്ഷകരെ കാത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് ഇരിക്കുന്നത്. ഒപ്പം പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരും. ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. MJ അങ്കിൾ, നല്ലൊരു മെലഡി സോങ് കേൾക്കാൻ തോന്നുന്നുണ്ടോ? സംശയമില്ല, തോന്നുന്നുണ്ട്. സംശയമില്ലാതില്ല, സംശയം തോന്നുന്നുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. സംശയം വേണ്ട, വേണം. നമ്മുടെ മെലഡി റൗണ്ട് ആണ് വരുന്നത്. എസ്തർ കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. അടിപൊളി ഉടുപ്പാണല്ലോ, നല്ല രസമുണ്ടല്ലോ ഉടുപ്പ്, ദാവണി ഉടുത്ത പെൺകൊടി. പക്ഷെ വേറെ തന്നെ ഒരു സ്റ്റൈലല്ലേ, നല്ല വിഭ്രാന്തി ആയിട്ടുണ്ട്. മൊത്തത്തിലൊരു വിഭ്രാന്തി ഉണ്ടെന്ന്. എസ്തറുടെ അമ്മയടുത്ത് പറയട്ടെ, ഉഗ്രൻ കൊറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. നമ്മുടെ പറഞ്ഞു അത് ഗംഭീരമായിരുന്നു, ചേച്ചി നല്ല സ്റ്റെപ്പായിരുന്നു. അത് ഞങ്ങളിത് കാണിച്ചു തരാൻ തോന്നുന്നുണ്ടോ? പറഞ്ഞു കൊടുത്താണെന്ന്. കാണിച്ചോ ചേച്ചി, ഇങ്ങൊന്നും ആയോ? ദുർഗക്കുട്ടി പെർഫോമൻസ് റൗണ്ടിന് വന്നു. ആ രണ്ടുപേര് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഗുരു ഈ വിഭ്രാന്തി ഗേളാണെന്ന് അറിഞ്ഞു. അപ്പൊ പെർഫോമൻസ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും പെർഫോമൻസ് കാണാൻ പറ്റിയില്ല. അപ്പൊ മധുവങ്ങൾ ഒത്തിരി വിഷമത്തിൽ ദുർഗക്കുട്ടിന്റെ അടുത്ത് ചോദിച്ച് എവിടെ പെർഫോമൻസ് എന്ന്. അപ്പൊ ദുർഗ, ഞാൻ ഇട്ടല്ലോ, നിങ്ങളെന്താ കാണാൻ? ഏത് എവിടെയാ ഇട്ടത്? അപ്പൊ അവള് കാണിച്ചു, ഇങ്ങനെ ഞാനിട്ടു. അപ്പൊ ഇവര് ചോദിച്ചു, ഇതാര് പഠിപ്പിച്ചു ഈ സ്റ്റെപ്പ് ഇത്ര ടഫായിട്ട്? അപ്പൊ പറഞ്ഞു, എസ്തറിന്റെ അമ്മയാണ് പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് നേരിട്ട് സത്യത്തിൽ എന്താണ് പഠിപ്പിച്ചത് അത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇവളെ ആര് പെർഫോമൻസ് റൗണ്ടിൽ വന്നാലും പറയും, ബാബാ എന്റെ അമ്മ പഠിപ്പിച്ചിരും. അത് ശരി. അപ്പൊ അമ്മയ്ക്കിട്ട് പണി കൊടുക്കുന്ന ആള് എസ്തറാണല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞായിരിക്കും. സുശാന്ത്, ആ പാട്ടില് പാട്ട് ഓർമ്മ ഇപ്പൊ വരും. ഇപ്പൊ സുശാന്ത് മാമലയിലെ പോരട്ടെ. ബാക്കി പോരട്ടെ, പോരട്ടെ. വേരിയേഷൻസ്. അപ്പൊ ഇതായിരുന്നു. ഞങ്ങൾക്ക് നല്ല സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ, ഞാനങ്ങനെ പഠിപ്പിച്ചൊന്നും തെറ്റാറില്ല. എന്തൊരു കോൺഫിഡൻസ്. ഈ ദുർഗ ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. ദുർഗ ഇങ്ങനെ തിരിഞ്ഞു 2 പ്രാവശ്യം. അതെ, 2 പ്രാവശ്യം. വിഭ്രാന്തിയുടെ കുറ്റമല്ലായിരുന്നു അത്. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചത്, ഡാൻസ് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പൊ വിഭ്രാന്തികളുടെ യാതൊരു പങ്കുമില്ല ഇതിൽ നിന്ന് മനസ്സിലായി. വിഭ്രാന്തികളുടെ പോകാം. ദുർഗയുടെ പെർഫോമൻസിന് താഴെ എഴുതി കാണിക്കും ഡിസ്ക്ലൈമർ, ഒരു പങ്കുമില്ല. അപ്പൊ ഇന്നത്തെ പാട്ടിന്റെ പങ്ക് എങ്ങനെയാണ്? ശിശിരകാല രതിപരാഗമോ അതോ ദേവരാഗമോ? ജേട്ടൻ പാടിയത് ഫീമെയിൽ വോയിസ് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, ഞാൻ ഡ്യുവറ്റ് വെർഷനാ പഠിച്ചത്. ചിത്ര ചേച്ചി ചേർന്ന് പാടി. ഫീമെയിൽ വേർഷൻ, ഫീമെയിൽ ഉണ്ടോ? ഇല്ല, ഞാൻ ശരി, ബാക്കി ഡീറ്റെയിൽസ്. മ്യൂസിക് കീരവാണി സർ, ലിറിക്സ് MD രാജേന്ദ്രൻ സർ, സിനിമ ദേവരാഗം, ഇയർ 1996, പിന്നെ പാടിയത് ജയചന്ദ്രൻ അങ്കിളും ചിത്രമ്മയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശിശിരകാലമേഘമിൽ പുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹമതുവേ
മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീതിശയ്യകൾ ദേവദാരുവിൽ പിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ. നൈസ് നൈസ് മോളെ നൈസ്. എസ്തറുടാ, എന്തോ ഈ പെർഫോമൻസ് ഞാൻ കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ പറയുന്ന എന്തും എസ്തറൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് അങ്കിളിന് ഇഷ്ടമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പം നമ്മളൊരു ട്യൂൺ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഒരു ലെക്ചറൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഒരു കാര്യം വളരെ നമ്മളൊരു പാട്ട് പഠിക്കുമ്പോഴും അത് ഉൾക്കൊള്ളുമ്പോഴും എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് അങ്കിളിൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്കിൾ പറഞ്ഞുതരാം. അത് എസ്തറൂട്ടിന് ഭാവിയിൽ ഗുണം ചെയ്യും. അങ്ങനെ ഒരു ജേണി ആണല്ലോ നമ്മുടെ. അപ്പോ പാടുന്നു. ഇത് ഞാൻ ട്യൂൺ പാടിയതാണ്. അതായത് ട്യൂൺ എനിക്ക് മനസ്സിലായി.
സ സ സ മാ മ സ ഗ ഗ നി 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 സ സ ദ നി രി. അങ്ങനെ പാടി, ആ നോട്ട്സ് മാത്രം പാടി. പക്ഷേ ഇതിന് ആ ട്യൂണിൽ വരുന്ന അലകൾ എന്ന് പറയുന്നത് അതിന് വ്യത്യാസമുണ്ട്. അതോ അങ്ങനെ അവിടെ ഒരു ക്രസന്റ് വരുന്നത്. ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മരാഗ മൃദുവികാരമോ. ഞങ്ങൾ അത് സ്ലോ ആയിട്ട് പാടാം. മൃദുവികാരമോ മോ വരുമ്പോഴേ ആ ഫീലുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എസ്തറൂട്ടൻ അപ്പോൾ ട്യൂൺ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് എക്സിക്യൂഷനിൽ എക്സ്പ്രഷൻസ് ഇല്ലാതായിപ്പോയി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതാണ് ഇന്നത്തെ പെർഫോമൻസിന്റെ ഒരു കുറവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ട്യൂൺ അങ്ങനെ തന്നെ അവതരിപ്പിച്ചാൽ ഒരിക്കലും പാട്ടാവില്ല. അതിന് പാട്ടുകാരൻ്റെ എക്സ്പ്രഷൻ്റെ ഡിസ്കവറി വേണം ഒരു പാട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലായിടത്തും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇടങ്ങളുണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും എസ്തറൂട്ടൻ ഒന്നുകൂടെ തിരിച്ചുപോയി ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഡ്യുവറ്റ് എടുക്കുമ്പോൾ വിരിഞ്ഞു മോഹനങ്ങൾ അത് പാടിയേ. വിരിഞ്ഞു മോഹനങ്ങൾ അവിടെ എത്തിയില്ല താഴത്തേക്ക്. അവിടെ ഡ്യുവറ്റ് ആയതുകൊണ്ടാണ് അതായത് അങ്ങനെ മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുന. അതിൽ ഡിവറ്റ് ആകുമ്പോഴത്തേക്ക് അത് ലാൻഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലത്തിന് മുമ്പേ ശിശിരകാലം തുടങ്ങാം. അങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് ബ്രത്ത് കിട്ടാനും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പാടേണ്ടത് പെട്ടെന്ന് മോള് പാടേണ്ടി വരും. അപ്പൊ ഡ്യുവറ്റ് എടുത്ത് നമ്മൾ സോളോ ആയിട്ട് പാടണോ എന്നുള്ളത് ഒന്നുകൂടെ സ്വന്തമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പിന്നെ ചില വാക്കുകളുടെ പ്രൊണൗൺസിയേഷനും എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് തോന്നിയിട്ടുണ്ട്. മൊത്തം എടുക്കുമ്പോഴത്തേക്കും അതാണ് ഇതിൽ അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ. തരള താള ഗാമിനി എന്നൊക്കെ ഉള്ളത്. നിമിഷങ്ങൾ ധന്യം ധന്യം. അത് മേളിലുള്ള പോർഷനിൽ കൃത്യമായിട്ട് എത്താനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ശ്രുതിയും ഈ പാട്ടിന്റെ പിച്ചും റേഞ്ചും മോക്ക് എക്സാക്ട്ലി സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ സെലക്ഷനാണ്, ഈവൻ ദോ ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്, എസ്തറൂട്ടിക്ക് ഈ സെലക്ഷൻ നല്ലതായോ എന്നുള്ളതിനെ കുറിച്ച് അങ്കിളിന് സംശയമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംശയം ഇനി ജനിപ്പിക്കാൻ പാടില്ല. സോ പ്രോമിസ് മീ എന്താ വെച്ചാൽ ഇനി മുതലുള്ള സെലക്ഷൻസ് എൻ്റെ ശബ്ദത്തിനും എൻ്റെ രീതിക്കും എൻ്റെ ശബ്ദ വ്യതിയാനത്തിനും എൻ്റെ ഡൈനാമിക്സിനും ഒക്കെ ഉതകുന്ന പാട്ട് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ എന്നിപ്പോൾ പ്രോമിസ് ചെയ്യണം. കമോൺ. ഇങ്ങനെ കാറ്റില് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, പ്രോമിസ്. എസ്തർ ബേബി, എന്തോ എനിക്കും ഇത് തന്നെയാണ് തോന്നിയത്. എസ്തർ ബേബി ഒന്നും കൂടെ ആ പാട്ടൊന്ന് എന്താ പറയാ ലിസൺ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നും കൂടെ തിരിച്ചു പോയി കേട്ട് എന്താണ് ആ പാട്ട് എന്ത് ഫീലാണ്, എന്താണ് അത് കൺവേ ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധയോടെ എസ്തർ ബേബി ഒന്നും കൂടെ പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഞാനും ഇന്ന് ആലോചിക്കുന്നത്. എനിക്കൊന്നും ബ്രെത്ത് കിട്ടുന്നില്ല. ഒന്നാമത് മെയിനായിട്ട് ഡ്യുവറ്റ് പാട്ടായതുകൊണ്ട് ബ്രെത്ത് കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ നല്ല ഹസ്കി, അതായത് വേണ്ടതിനേക്കാളും ആ ഹസ്കിനെസ് എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് എസ്തർ ബേബി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് അത് ഹസ്കി ആക്കാൻ പറ്റുക എന്നുള്ളത് മാത്രം, അങ്ങനെ ഒരു തോട്ടിലേക്ക് കൂടെ പോകുന്നതെന്ന് ഫീൽ ചെയ്തു എനിക്ക്. അപ്പം അത് ടൂ ഹസ്കി ആയി ചില സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ പല വരികളുടെയും എൻഡിലെത്തുമ്പോഴത്തേക്ക് ഷെയ്ക്കാവുന്നുണ്ടായിരുന്നു. ഡ്യുവറ്റും കൂടിയാണ്, കൂടുതൽ ബ്രെത്ത് പോകുന്നു. അപ്പം മൊത്തത്തിൽ എനിക്കിന്ന് തോന്നിയത് ഇന്ന് എസ്തറിനൊരു ബാഡ് ഡേ, അങ്ങനെ ഒരു ഫീല് വന്നു എനിക്ക് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക്. അത് കൂടാതെ കുറേ പിച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രൊനൗൺസിയേഷൻ, മേഘ, മിഥുന, പിന്നെ അനുപല്ലവി പാടിയതിൽ ആദ്യ രോമഹർഷവും, പിന്നെ ഹൃദയങ്ങളിൽ പാടിയതും, അതുപോലെ ചരണത്തിൽ അലിയുമി ഹൃദയങ്ങളിലും ഒക്കെ പറഞ്ഞ പോലെ ചെറിയ ക്ലാരിറ്റി ഇഷ്യൂവും പിച്ചിൻ്റെ ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇതേ ഫീലിംഗ് ആണ് തോന്നിയത് എസ്തർ ബേബി പാടിക്കഴിഞ്ഞപ്പോൾ. ഒന്നും കൂടെ തിരിച്ചുപോയി പാട്ട് ആദ്യം തൊട്ടേ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എസ്തർ ബേബിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും തോന്നി കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും പവർഫുൾ ആയിട്ട് ഒരു കംബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എസ്തർ ബേബിയുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എസ്തർ കുട്ടാ, എന്തോ എന്നാ പറ്റിയെന്ന്? എന്താ പറ്റിയത്? ഇങ്ങനെ അല്ലല്ലോ എസ്തർ കുട്ടാ. നമ്മളിപ്പോ
പോകുന്നത് നമ്മൾ മുമ്പോട്ടേക്കല്ലേ, ഇത് ഗ്രാൻഡ് ഫിനാലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കല്ലേ. ആ തമിഴ് പാട്ടൊക്കെ പാടിയില്ലേ? ഓ ആ, എന്തൊരു അതെന്തായിരുന്നു? പവറായിരുന്നു അത്. യെസ്, What a performance it was. നമ്മള് ഗ്രാൻഡ് ഫിനാലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കല്ലേ, പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മള് ഇനി തിരിച്ച് റിവേഴ്സൽ അല്ലേ പോയിക്കൊണ്ടിരിക്കണേ, അല്ലേ എസ്തർകുട്ട? അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണ്ടേ, കൂടുതൽ നമ്മളത് ഓരോ തവണത്തെ പെർഫോമൻസ് നമ്മൾ മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നമ്മൾ ശ്രമിക്കണം. ഇത് എന്ത് കാറ്റഗറിയിലുള്ള പാട്ടാണ്, എന്ത് സ്റ്റൈൽ പാട്ടായത്? ഈ പാട്ടുകൊണ്ട് എന്താ കൺവേ ചെയ്യുന്നത്? ഒരു റൊമാൻറ്റിക് Yes. റൊമാൻസ്. അത് ഓവർലോഡ് ചെയ്യണം അതിൽ. അങ്ങനെയാണ് ഈ പാട്ട് പാടേണ്ടത്. ഇപ്പം MJ അങ്കിൾ പറഞ്ഞില്ലേ, ട്യൂൺ പഠിച്ചു, ട്യൂണാണ് പാടിയത്, അതിൽ ആ ഫീല് കറക്റ്റായിട്ട് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഡ്യുവറ്റ് റൗണ്ടാണ്, ശ്വാസത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം മാക്സിമം നന്നാക്കാനായിട്ട്. അപ്പൊ ഇതിപ്പോ മോള് പാടുമ്പോ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ പിരിഞ്ഞു മോഹനങ്ങൾ. ഇപ്പൊ ഞാൻ ഒരു വികാരമില്ലാണ്ട പാടിയേ, ചുമൻ ട്യൂണാ പാടിയത്. വളരെ എന്താ പറയാ മെക്കാനിക്കലായിട്ടാണ് പാടിയത്. ഇതിനി കുറച്ച് ഫീല് കൊടുത്ത് പാടുകയാണെങ്കിൽ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത. അങ്ങനെ ഒരു ഫീൽ കൊടുത്ത് പാടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അതിന്റെ ഫ്ലേവർ റൊമാൻസ് വരുന്നത് വരുന്നത്. കേട്ടോ, മനസ്സിലായോ? അപ്പൊ പ്രത്യേകിച്ച് അനുപല്ലവിയും ചരണവും ഒക്കെ ചുമ്മാ ട്യൂൺ പാടി പോയതാണ് മെയിനായിട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ കഴിഞ്ഞപ്പോൾ പറയായിരുന്നു വളരെ മെക്കാനിക്കലായി പോയി എന്ന്. അപ്പൊ ഇത് എത്ര നാളായി പഠിച്ചിട്ട് ഈ പാട്ട്? കുറച്ച് ദിവസം. ആണോ? അപ്പൊ ഈ ഇതിലേക്ക് ഒന്നുകൂടി ഇറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു ഈ പാട്ടിലേക്ക്, റീലിസൺ കേട്ടോ. പിന്നെ വോയിസ് സാധാരണ തുറക്കുന്ന പോലെ തുറന്നില്ല എന്നൊക്കെയാണ് ഓഡിയോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം, കേട്ടോ. സാധാരണ തുറന്നു പാടുന്ന പോലെ പാടിയിട്ടില്ല. പിന്നെ അത് എന്താണ് സാധാരണ പാടുന്ന പോലെ അല്ലേ പാടിയത് വോയിസ് ഒക്കെ? പാടി. പക്ഷെ അങ്ങനെ ഒരു സംഭവം കിട്ടി. മിടുക്കിയായിട്ടുള്ള പാട്ടുകാരിയല്ലേ. ഇത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് സത്യത്തിൽ. ഞങ്ങൾക്ക് സങ്കടം വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസസ് തരാൻ പറ്റും. യെസ്, തീർച്ചയായിട്ടും പറ്റും. അപ്പൊ എസ്തർകുട്ടി ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ വിഷമം ഉണ്ടാവും തോന്നുന്നു. ഓക്കെ. അപ്പൊ എസ്തറുട്ടിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 95.25 on 100. ചില ദിവസം നമുക്ക് ഇങ്ങനെയും വരാറുണ്ട് അല്ലേ? പക്ഷെ ഈ ദിവസത്തൊന്നും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ. പിന്നെ നമ്മൾ കംബാക്ക് നടത്തിയ ചരിത്രവും ഉണ്ട്. ഓക്കെ. അങ്ങനെ ഒരു കംബാക്കിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും അത് തീർച്ചയായിട്ടും എസ്തർകുട്ടിന് പറ്റും. അതെ, യു ക്യാൻ ഡു ഇറ്റ്. കേട്ടോ. ബൈ. ഇവിടുന്ന് പോകുമ്പോ വാശിയോട് കൂടി വേണം പോവാൻ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ദേവദാരുവിൽ പിരിഞ്ഞു മോഹനങ്ങൾ. ഇനി നമ്മുടെ MJ അങ്കിളുടെ മെയിൻ ആളാണ് വരാൻ പോകുന്നത്. അതായത് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ റൂട്ട് വേറെയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്, ഹായ്. ആരാണ് ഈ സുന്ദരി? സുപ്രഭാതം. എന്തോ കണ്ട, അമൃതക്കുട്ടിയെ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ രാത്രി സുപ്രഭാതം പറയുന്നത്. രാത്രികളെ സുപ്രഭാതമാക്കി മാറ്റുന്ന ഒരേ ഒരാൾ അമൃത AM. അതെ, അമൃത AM. എന്തൊരു വിശേഷങ്ങള്? സുഖം. സുഖങ്ങള് തന്നെ. തിരുവനന്തപുരത്ത് ഭയങ്കര മഴയാണ്. തിരുവനന്തപുരത്താ? ഓ, അത് ശരി. മഴകളൊക്കെ പെയ്യണ്. പെയ്യണം. എന്തിരുന്നേ? കുഞ്ഞാവ് എന്ത് പറയുന്നു? കുഞ്ഞാവ് പാതിയല്ലേ? കുഞ്ഞാവയ്ക്ക് വാക്സിനേഷൻ എടുത്ത്. ആണോ? ഓക്കേ. ആഹാ. എന്നിട്ട് അപ്പൊ അതിന്റെ കരച്ചിലാണ്. കരച്ചിൽ. അപ്പൊ സമാധാനിപ്പിച്ച കുഞ്ഞാവേ? ഇപ്പൊ ചെറിയൊരു സമാധാനിപ്പിച്ചില്ലേ? ചെറിയൊരു പനി വന്നിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ വന്നില്ല. ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? പാട്ടുപാടൽ. ഏത് പാട്ട്? വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചക പൂപ്പന്തൽ ഒരുക്കി.
സുപ്രഭാതം രാത്രിയെ പറ്റിയുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. അതെ. യെസ്, അപ്പൊ ഡീറ്റെയിൽസ് പോരെ. സിനിമ ആഭിജാത്യം, വർഷം 1971, മ്യൂസിക് A.T. ഉമ്മർ സാർ, പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മയും. അല്ല, ചിത്രാമ്മയല്ല, എന്റെ അമ്മേ. സുശീല അമ്മയും. Okay. അത് Okay. ലിറിക്സ് P. ഭാസ്കരൻ സാർ. Okay. ചിത്ര ചേച്ചി മിക്കവാറും ആ സമയത്ത് 9 വയസ്സായിരിക്കും. അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി, വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. 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 വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി, വാനം പിച്ച
പിച്ചകപ്പൂ പന്തലൊരുക്കി. നൈസ് മോളെ, നൈസ്. ബ്യൂട്ടിഫുൾ. മകളെ പാതിമലരേ. ഓക്കെ മകളെ, എന്തോ? നല്ല ഉഗ്രം പാട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് പാടിയത്. ഡ്യുവറ്റാണ്. ആ. ചില ഭാഗങ്ങൾ നന്നായിരുന്നു. 4-5 താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ലൈൻ നാലഞ്ചു താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞ പിന്നെ കൺമുനകൾ അവിടെ കുറച്ച് ഫ്ലാറ്റായി. ഇന്ന് ശത്രുവായിട്ട് നിൽക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി. അതെ, പ്രത്യേകിച്ച് ഹമ്മിങ് മുതൽ ഹമ്മിങ്ങിലും കുറച്ച് ശ്രുതി മൈന്യൂട്ടായിട്ട് പ്രശ്നം ചേരാനുണ്ട്. വൃശ്ചികരാത്രി തൻ തുടങ്ങിയത് വൃശ്ചികരാത്രി തൻ രാത്രി തൻ വൃശ്ചികരാത്രി തൻ. ആ രാത്രിയുടെ സംഗതി ഇല്ലേ, അത് ശരിയാവാനുണ്ട് പല സ്ഥലം. പിന്നെ വാനം, വാനം, അതെ വാനം വാനം വാനം, വാനം. യെസ്, Yes. അത് എത്താനുണ്ട് ചില ഈ സ്ഥലങ്ങളിൽ. പാട്ടിന്റെ ഒരു സീക്രട്ട് അതാണ് കേട്ടോ. പറഞ്ഞ ആ വാനം കിട്ടിയാ ഈ പാട്ട് കിട്ടി, അതെ. വാനം കിട്ടിയില്ലെങ്കിൽ ഈ പാട്ട് കിട്ടിയില്ല. അങ്ങനെയാണ്. അപ്പൊ എന്ത് കിട്ടണം? വാനം. ആ, വാനം കിട്ടിയോ? ചില സമയത്ത് കിട്ടി. ചില ചില സമയത്ത് സമയത്ത് കിട്ടി. ആണ് വാനം കിട്ടുന്നുള്ളൂ. എല്ലായിടത്തും വാനം കിട്ടണം അല്ലേ മധു? അതെ, Yes. തീർച്ചയായിട്ടും. പിന്നെ 4-5 താരങ്ങൾ യവനികയ്ക്കുള്ളിൽ നിന്നും നന്നായിരുന്നു. ആ. പക്ഷേ അടുത്ത ലൈൻ വന്നപ്പോ കൺമുനകൾ ഫ്ലാറ്റായി. പിന്നെ ചന്ദനക്കുറിയുമായി കോമളവദനത്തിന് എങ്ങനെയാ? കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത അതെ, ചന്ദനക്കുറിയുമായി ചേർന്നില്ലായിരുന്നു അപ്പോഴ കേട്ടോ. അങ്ങനെ നോക്കണേ, പല സ്ഥലങ്ങളിലും ശ്രുതി പ്രശ്നമാണ്. വൃശ്ചികരാത്രി പിന്നെ തുടങ്ങിയത് ശ്രുതി പ്രശ്നമായിരുന്നു. പിന്നെ ഈ മുഗ്ധ, ഈ മുഗ്ധ, ആ ഈ മുഗ്ധ എന്നാണ് കേട്ടത്. മുഗ്ധ ആ. അങ്ങനെയല്ല, ഈ ഇതായിരുന്നു. ഈ മുഗ്ധവധൂവിന്റെ, ഇപ്പോഴും മുഗ്ധ ഒന്നില്ല. ഈ മുഗ്ധവധൂവിന്റെ, ആ ഫസ്റ്റ് ടൈം എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം ഫസ്റ്റ് എങ്ങനെ? ഫസ്റ്റ് ടൈം ഈ മുഗ്ധവധൂവിന്റെ. യെസ് യെസ്, ആഹാ. അതെ. അപ്പൊ ആ തുടക്കത്തിലുള്ള ഈ ചേർന്നില്ല. പിന്നെ മുഗ്ധയുടെ ധ. പിന്നെ ചെവികളിൽ നിന്നതിന്റെ അവസാനത്തെ സംഗതി ഇല്ലേ, ആ. അതിന്റെ അതും കറക്റ്റ് ആയിട്ട് Clarity ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. പരിണയം നടക്കുമോ മലരിന്റെ ചെവികളിൽ, ആ. അത് കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടായ ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങള്. അപ്പൊ ഇന്ന് ശ്രുതി ഒരു മെയിൻ പ്രശ്നമാണെന്ന്, വില്ലനായിരുന്നു. വില്ലനായിരുന്നു. ഓക്കെ ഓക്കെ, അടുത്ത തവണ ശരിയാക്കി കൊണ്ടുവന്നാൽ മതി. ഓക്കെ. ആദ്യം ഈ ട്യൂണ് എന്ന് പാടുന്നില്ലേ, ആഡ്ലിബായിട്ട് ആ. വിരുത്തായിട്ട് പാടുന്നില്ലേ, ഉം. അവിടെ ആദ്യത്തെ 2 ഫ്രേസ് ഓക്കെ ആയിരുന്നു. ഉം. അതുകൊണ്ട് ഈ പാട്ടിന്റെ ട്യൂൺ തന്നെയാണല്ലോ പാടുന്നത്. ഉം. അപ്പൊ 3rd and 4th ഫ്രേസ് ഒന്നുകൂടെ പാടി കേൾപ്പിയാ. ഇങ്ങനെ നേരത്തെ പാടിക്കൂടായിരുന്നോ? അതെ, എന്തായിരുന്നു കുഴപ്പം? എന്താണ് പരിപാടി? എന്തായിരുന്നു? എന്ത് രസമായിരുന്നു. ഇങ്ങനെ തേനൊഴുക്കു പാട്ടുകാരിയല്ലേ നമ്മുടെ തിരുവനന്തപുരം. ശ്രദ്ധിക്കണം, നമ്മള് പെർഫോമൻസിന്റെ സമയത്ത് നമുക്ക് ഇതൊക്കെ കിട്ടണം. ആ. പിന്നെ കിട്ടിയാ പോരാ, ആ. അതിന് മുമ്പേ കിട്ടിയാ പോരാ. ആ. ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അതാണ് പ്രശ്നം. ആ. അല്ലേ? ആ. അപ്പൊ കിട്ടിക്കണം. ഓക്കെ. അതിനെന്ന് വെച്ചാൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അത് ശ്രദ്ധയാക്കണം. നമ്മുടെ ടെക്നിക്സ് ഒക്കെ നമ്മൾ മറന്നു പോകുമ്പോഴാണ് പെർഫോമൻസ് ബെസ്റ്റ് ആവുന്നത്. നമ്മൾ അത് കിട്ടുമോ അത് കിട്ടും എന്നിങ്ങനെ കോൺഷ്യസ് എഫേർട്ട് ആണെങ്കിൽ അത് കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. Yes. പറഞ്ഞു മനസ്സിലായില്ലേ? അത് അപ്പോ എനിക്ക് ഇന്നത്തെ ഒരു പെർഫോമൻസിൽ എനിക്ക് പ്രത്യേകം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് പറയേണ്ടത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? നമ്മൾ കുറച്ച് നാളായില്ലേ നമ്മൾ ഈ ഒരു യാത്ര. അപ്പൊ നമ്മളിങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അമൃതകുട്ടി സൂപ്പറായിട്ട് ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ഡീറ്റെയിൽ ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഈ ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ നിന്ന് ഡീറ്റെയിൽ വേണം. അത് മൈക്രോസ്കോപ്പിക് ആയിട്ട് തന്നെ ഡീറ്റെയിൽ വേണം. കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റന്റ് ആയിട്ട് അത് പറയാനും പറ്റണം. പിന്നെ സുശീലാമ്മ മലയാളി അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ചില വാക്കുകൾ ഇപ്പോ ഒരുക്കി എന്നുള്ളത് അമ്മ പഠിക്കുന്ന ഒരുക്കി, അതെ ഒരുക്കി. പന്തലൊരുക്കി അങ്ങനെ പഠിക്കുന്നത്. ഒരുക്കി തന്നെ നമ്മൾ പാടണം. പഠിക്കേ പിച്ചകപ്പൂ പന്തലൊരുക്കി. ഒരുക്കി, അതാണ് മലയാളം. അത് ഭയങ്കര
റാന്ന പറയണേ. അതാണ് അമ്മ പറയുന്ന വിട്ടേക്കാം. പക്ഷെ അമ്മ പറയുന്നതിന് ഒരു സുഖമുണ്ട്. പക്ഷെ നമ്മള് മലയാളികൾ പാടുമ്പോഴത്തേക്ക് അതുപോലെ 4-5 താരകൾ എന്നാണ് പാടിയിരിക്കുന്നത് അമ്മ. പക്ഷെ 4-5 എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി കേട്ടോ. അപ്പൊ ചില വാക്കുകള് എറിഞ്ഞു എന്നാണ് സുശീല എറിഞ്ഞു. അത് അതാണ്, അത്രയും എറിഞ്ഞിട്ടില്ല. അതൊക്കെ നന്നായി, ആ രീതിയിലൊക്കെ നന്നായി. പല സ്ഥലത്തും ശ്രുതി സ്ലിപ്പ് ഉണ്ട്, അത് ഞാനും റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ. അതൊക്കെ ഇനി വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പ്രോഹിബിറ്റഡ് ഏരിയ ആണ്, അങ്ങോട്ട് നമ്മൾ ട്രെസ്പാസ് ചെയ്യാൻ പാടില്ല കേട്ടോ. മിടുക്കായിട്ട് പാടി അമൃതക്കുട്ടി, നന്നായി പാടി. എനിക്കിന്ന് 2-3 കാര്യങ്ങള് നല്ല രസമായിട്ട് തോന്നി. അമൃതക്കുട്ടിയുടെ വോയിസ്, യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. പിന്നെയും കേൾക്കാൻ തോന്നുന്ന ഒരു മനോഹരമായ ശബ്ദമാണ് നമ്മുടെ അമൃതക്കുട്ടിയുടെ. ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മുടെ അമൃതക്കുട്ടി കേട്ടോ. അല്ലെ, അമൃതം പോലത്തെ ശബ്ദമാണ് അമൃതക്കുട്ടിയുടെ. അപ്പൊ ആ ശബ്ദത്തിൽ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അത് നല്ല തേൻ ഒഴുകുന്ന പോലത്തെ പാട്ടായിരിക്കും കേട്ടോ. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. വേറെ ഒന്ന് എനിക്കിന്ന് തോന്നിയത്, ഈ ഡ്യുവറ്റ് പാടിയിട്ടും ബ്രെത്ത് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പല സ്ഥലത്തും. പക്ഷെ അതിന് കണക്കായിട്ട് ശ്രുതി ഇങ്ങനെ പിണങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ബ്രെത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ വരികളുടെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ, സാധാരണ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ശ്രുതിയൊക്കെ പോവുക അല്ലേ മിക്ക കുട്ടികൾക്കും. അതെ അത് ആ അവസാനം ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അമൃതക്കുട്ടിക്ക് ബ്രെത്തിന് ബുദ്ധിമുട്ട് വരുമോ എന്ന് വിചാരിച്ച സ്ഥലങ്ങളിലൊന്നും വരും ചെയ്തില്ല. പകരം പിച്ചിനാണ് കുറെ പ്രശ്നങ്ങൾ വന്നത് കേട്ടോ. പിന്നെ പ്രൊനൗൺസ് ചെയ്തതും എനിക്ക് MJ സാർ പറഞ്ഞു തന്നെ സെയിം ഒരു ഒപ്പീനിയൻ. പിന്നെ ഓവറോൾ അറിയാലോ എന്തായിരിക്കും, നന്നായിരിക്കും. ഓവറോൾ നന്നായിരിക്കണം കേട്ടോ. ഓവറോൾ ഒരു ക്ലാരിറ്റിയും പിച്ചും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമൃതക്കുട്ടി ടോപ്പ് ആവും. അമൃതക്കുട്ടി എന്താവും? ടോപ്പ് ആവും. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം ഇതിലും നന്നായി പ്രാക്ടീസ് ചെയ്ത് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരിക. ഇന്നത്തെ അമൃതക്കുട്ടിയുടെ മാർക്ക്. അതിനുമ്പ് വേറെ കാര്യം ചോദിക്കാനുണ്ട്. ഇതിൽ പറയുന്നില്ലേ, കോമള വദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. എന്താണ് ഈ കൗമുദി? ഒരാള് അല്ല, കുമുദിനി എന്ന് പറഞ്ഞ ആരാ? ഈ ചന്ദ്രൻ ഉണ്ടല്ലോ, ചന്ദ്രന് കുമുദിനി എന്നുള്ള പേരെന്ന്. ചന്ദ്രൻ നമുക്ക് തരുന്ന എന്താ? നിലാവ് അല്ലെ? ആ നിലാവാണ് കൗമുദി എന്ന് പറയുന്നത്. അപ്പൊ കോമള വദനത്തിൽ പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള മുഖത്തില് ചന്ദനക്കുറി പോലെ ആയി എന്ത്? ഹേമന്ത മാസത്തെ കൗമുദി നിലാവ് ഇറങ്ങി വന്നപ്പോൾ, താഴോട്ടിറങ്ങി വന്ന് ഇങ്ങനെ മുഖത്ത് ഒരു ചന്ദനക്കുറി പോലെ ആയി ആ നിലാവ് എന്നാണ് പറയണേ കേട്ടോ. അപ്പൊ ഇത് വെച്ചോണ്ട് അടുത്ത പ്രാവശ്യം പാടുമ്പോഴത്തേക്കും ഇത് മനസ്സിൽ വെച്ചോണ്ട് പാടിയ കുറച്ചും കൂടെ നന്നായിരിക്കും. യെസ്, അപ്പൊ അമൃതക്കുട്ടിയുടെ ഇന്നത്തെ മാർക്ക്, അമൃതക്കുട്ടി ഈസ് ഗോയിങ് ടു ബി അവാർഡഡ് 96.75 ഔട്ട് ഓഫ് 100. അമൃതക്കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അന്വേഷിച്ചത് പറയണം. ബൈ ബൈ. അടുത്ത പ്രാവശ്യം MJ ഞങ്ങൾ പറഞ്ഞ ഓർക്കണം. ബൈ ബൈ. ഗുഡ് നൈറ്റ്. വൃശ്ചികരാത്രി ഹലോ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ MJ ചന്ദ്രനാണ്. ഏത് മ്യൂസിക് ഡയറക്ടർ MJ ചന്ദ്രനോ? അതെ. ആ പറയൂ സാർ, എന്താ വിളിച്ചത്? ഇത് മീനുകുട്ടിയാണോ സംസാരിക്കണേ? അതെല്ലോ, ഞാൻ മീനുകുട്ടിയുടെ ഒരു ഫാനാട്ടോ. അയ്യോ, താങ്ക് യു സാർ. സാർ ടോപ്പ് സിംഗർ കാണാറുണ്ടോ? ഞാൻ ടോപ്പ് സിംഗറിന്റെ വലിയൊരു ഫാനാണ്. തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. താങ്ക് യു സാർ. മീനുകുട്ടി, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. എന്താ സാർ, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം ആ തമിഴ് റൗണ്ടിലെ മുത്തുമഴ ഇങ്ക് എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് പാടി തരാ? അത് ശ്രീയാണ് സാർ, ശ്രീയ ഫ്രം ബാംഗ്ലൂർ. എനിക്ക് ആ കുട്ടിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കിട്ടണമല്ലോ. അയ്യോ സോറി സാർ, കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഇവിടെ നിന്ന്. മീനുകുട്ടി, ഇത് മ്യൂസിക് കമ്പോസർ ജയചന്ദ്രനാണ്. അത് ആരായാലും എനിക്ക് തരാൻ പറ്റില്ല സാർ, നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ടാ. തനിക്ക് പിന്നെ ആദ്യമായി പറഞ്ഞൂടെ? അതിന് സമയത്ത് കളയേണ്ട ആവശ്യമുണ്ടോ? അതിന് സാർ ഇപ്പോഴല്ലേ ചോദിച്ചത്. വച്ചിട്ട് പോവച്ചേ. ഓക്കെ. അവൾ ആരെന്നാണ് അവളുടെ വിചാരം? എന്നാലും മീനുട്ടി എടുത്ത് ഇങ്ങനെ അങ്ങനെ വേണ്ടായിരുന്നു. ഒന്നുകൂടെ വിളിച്ചേക്കാം, സോറി പറഞ്ഞേക്കാം. ഹലോ ടോപ്പ് സിംഗർ.
അതെ, MJ സാറാണോ? അതെ അതെ, ഞാനാണ്. മീനുകുട്ടി, ആ. നേരത്തെ ചൂടായിട്ട് സംസാരിച്ചില്ലേ? സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ സാർ, അത് കുഴപ്പമില്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മുത്തുമഴ എന്ന് പറഞ്ഞ പാട്ട് പാടിയ കുട്ടി. അതെ സാർ. ആ കുട്ടിയുടെ കോണ്ടാക്ട് നമ്പർ തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പാട്ട് ആ കുട്ടി കൊണ്ട് പാടിപ്പിക്കാമോ? അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം സാർ. ഏത് പാട്ടായിരുന്നു? ശ്യാമമേഘമേ നീ യദുകുല സ്നേഹതുമായി വാ, ആ പാട്ടാണ്. ഷുവർ സാർ, അത് ഞാൻ എന്തായാലും പറയാം. ഓക്കെ, താങ്ക് യു. എന്നായിരിക്കും ടെലികാസ്റ്റ്? അത് ഞാൻ ക്രൂ ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇതെന്നാന്ന് നോക്കിയിട്ട് ഞാൻ സാറിന് ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാം. ഓക്കെ മീനുകുട്ടി, താങ്ക് യു. താങ്ക് യു സാർ. നല്ലൊരു കൊച്ചായിരുന്നു, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. യദുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്തി തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി നെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനി നീർമഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? ശ്യാമമേഘമേ നീ സഗമപ സ്നേഹദൂതുമായി വാ, ദീപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. നിസഗമ സഗമപ ഗമ പനി മ പനി സ നിസ ഗസ നിസ ഗമ ഗമ സഗ സ നിസ നിസ പനി പ പമ പനി പനി മ പമ ഗസ ഗമ ഗമ സഗ സ. സീതോ ഹരിതനി കുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ, ആരാമത്തിൻ കുസൃതി പൂങ്കാറ്റും മണവും നീയല്ലോ. അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സുവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവായി മനസ്സിൽ വിരിയോ? സനിഗ സമഗ പമ മപനി പരിസന സഗസ. ശ്യാമമേഘമേ നീ സഗമപ സ്നേഹദൂതുമായി വാ, ദീപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. ഗമഗ സഗ പമ ഗമനി പമ പനി സ. നിസ ഗമ സനി പനി പ മ പനി പ സനി പ മ ഗ മ ഗ. നിസ നിസ ഗമ ഗമ സഗ സഗ മ പ മ പ ഗമ പനി മ പ സ. മമ ഗ പ പ മണി നി പ സ സ നി ഗ സ. മമ ഗ പ പ മണി നി പ സ സ നി ഗ സ. മമ ഗ പ പ മണി നി പ സ സ നി ഗ സ. ഏതകലങ്ങളിൽ നീ ഇപ്പോൾ മഴമുകിലോടൊത്തലയുന്നു, വിരഹത്തിൻ സ്വരരാഗങ്ങൾ ശിവരഞ്ജിനിയായി മാറുമ്പോൾ ജനിമൃതി തൻ പാതൽ ഞാൻ എന്നും നിന്നെ തേടുന്നു. പ്രതിസുഖസാരേ നീ അരികിൽ വന്നെനിക്കൊരു മധുരം തൂകിത്തരുമോ? തനിഗ സമഗ പമ മപനി പരിസന സഗസ. ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്തി തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി നെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനി നീർമഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനിസന സഗ സഗമ ഗമ പ മപനി പനിസന സഗ സ. ശ്യാമമേഘമേ നീ സഗ
വെരി ഗുഡ്. ശ്രീകുട്ടി, യെസ് സർ. ശ്രീകുട്ടി എന്ന് പറയുന്നത് എപ്പോഴും സീറോ ഡ്രാമ ഓൾ മ്യൂസിക് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. താങ്ക് യു. ഒരു ഡ്രാമ ഉണ്ടാവില്ല, കറക്റ്റായിട്ട് മ്യൂസിക്കിലോട്ട് ചേർന്ന് നിൽക്കും, ലയിച്ച് നിൽക്കും. അതാണല്ലോ നമ്മുടെ കുഞ്ഞിന്റെ പ്രത്യേകത. താങ്ക് യു. ആ മാജിക് ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. പക്ഷേ ചില പാട്ടുകളിൽ നമുക്ക് ചില ഡ്രാമ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ സീറോ ഡ്രാമ ആവാൻ പറ്റൂല. ഈ പാട്ട് ഹാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് എന്താണ്? പനീസ ആ സ്വരം. കറക്റ്റ്. അതാണ് അതിന്റെ പാസ്വേഡ്. ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ ഈ പാട്ടിലോട്ട് കയറാൻ പറ്റും. അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ എന്തൊക്കെ പാടിയാലും അത് കിട്ടിയില്ല എന്ന് ഓഡിയൻസിന് തോന്നും. ബിക്കോസ് ദേ ലവ് ഇറ്റ്. അതാണ് ഈ കോമ്പോസിഷന്റെ ഒരു പ്രത്യേകത. അപ്പോൾ തക്കിട്ട 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 ത അത് കറക്റ്റായിട്ട് താളത്തിലും വരണം. തക്കിട്ട 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 ത ശ്യാമമേഘമേനി അങ്ങനെ വരും അല്ലേ? അത് കറക്റ്റായിട്ട് പാടിയേ. പനീസ നിസക സഗമ ഗമപ മപനി പനീസ നിസക സ. അത് മപ്പനിക്ക് മുമ്പാണ് ജർക്ക് വരുന്നത്. ജർക്ക് വരുന്നത്. അത് അങ്ങനെ സ്മൂത്ത് ഫ്ലോയിങ് ആയിരിക്കണം. അത് കഷ്ടപ്പെട്ട് ലേബേർഡ് ബ്രീത്തിങ് പോലെ വരാൻ പാടില്ല. ശ്വാസം മുട്ടുന്ന പോലെ വരാൻ പാടില്ല. കമോൺ, വൺ മോർ. പനീസ നിസക സഗമ ഗമപ മപനി പനീസ നിസക സ. മാപ്പ പറയുമ്പോഴേ അതെ അതെ. സഗമ ഗമപ സഗമ ഗമപ മപ്പനി പനീസ നിസക സഗമ ഗമപ മപ. അത് അവിടെയാണ് പ്രശ്നം. പനീസ നിസക സഗമ ഗമപ ഗമപ മപ്പനി ഗമപ മപ്പനി. പനീസ നിസക സഗമ ഗമപ മപനി ഗമപ മപനി. അവിടെയാണ്. അപ്പൊ ഗമയ്ക്ക് ഈ ഗമപ്പയ്ക്കും മപ്പനിക്കും എന്തോ ശ്രീകുട്ടി എടുത്ത് അത്ര ഇഷ്ടമല്ല തോന്നുന്നു ഇന്ന്. അത് നമുക്ക് ശരിയാക്കി എടുക്കണം. അവർക്ക് കൈ കൊടുത്ത് നമുക്ക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താ വെച്ചാ ഇതിന് ഡൈനമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂണാണ്. ഞാൻ പാടിയതിന് ആ മ്യൂസിക്കിന്റെ ആ ഡൈനമിക് ഫീൽ വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൊടുത്ത് ക്വസ്റ്റ്യൻ ആൻസർ പോലെ അത് വന്നാലേ അത് രസമുള്ളൂ. അപ്പൊ ആ രസം വരുത്തിയേ. ഇത് കുറച്ചുകൂടെ പ്ലെയിൻ ആണ്. പ്ലെയിൻ പേപ്പർ പോലെ ഉള്ളൂ. അതിൽ എന്തെങ്കിലും എഴുതണം. ഇമോഷൻസ് ആ പേപ്പറിൽ എഴുതണം. അത് ഹാപ്പിനെസ് ഓവർലോഡഡ് ആക്കിയിട്ട് പാടി നോക്കി. ആ പാട്ട് ഫീൽ ചെയ്തിട്ട്. യെസ്. ശ്യാമമേഘമേനി യതുകൊല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി. ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. അപ്പൊ ഹാക്ക് ചെയ്യണമെങ്കിൽ പനിസനിസക സഗമ അത് കറക്റ്റ് ആവണം. ഓക്കെ. ഇതും ശ്രദ്ധിക്കണം. ഇനി അടുത്തത് താളം. ബീജം വന്ന് നിന്നിട്ട് ഏതോ ഹരിത നികുഞ്ചത്തിൽ എടുക്കുന്നില്ലേ, അത് എവിടെ എടുക്കും? വൺ ടു ത്രീ ഫോർ. ഗ സാ എന്നുള്ളത് 1 2 3 4 വേണം. അപ്പൊ അതൊന്നുകൂടെ ഒന്നുകൂടെ വൺ മോർ. അതാണ് കറക്റ്റ്. യെസ് യെസ്. അങ്ങനെ വരണം. അപ്പൊ താളം മനസ്സിൽ കണ്ടു വേണം പാടാൻ. നമുക്ക് ഇങ്ങനെ താളം ഇടാൻ പറ്റൂലല്ലോ. അതെ. റിഹേഴ്സലിന്റെ സമയത്ത് മുരളിച്ചേട്ടൻ അത് പറഞ്ഞു തന്നില്ലായിരുന്നോ? അത് ഞാൻ അവർ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബീട്ടാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാടിയതാ. അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. ഓക്കെ. അത് രണ്ട് അനുപല്ലവിയിലും ചരണത്തിലും രണ്ടിലും ഈ പ്രശ്നം വന്നു കേട്ടോ. പിന്നെ ഉദയത്തിൻ സൗവർണ കേൾപ്പിക്കണം. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ലിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേൾക്കാൻ നല്ല മധുരമായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ഡ്രാമ എന്ന് പറയുന്നത് ചില പാട്ടുകളിൽ നമുക്ക് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള നോട്ട്സ് വരുമ്പോൾ അത് അങ്ങനെ പാടിയാൽ ആ ഡ്രാമ കുറച്ച് എലിമെന്റ് വേണം. അപ്പോൾ ഓൾവേസ് സീറോ ഡ്രാമ അല്ല. ഓൾ മ്യൂസിക് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് എപ്പോഴും വേണം. ആ മ്യൂസിക് കയ്യിലുണ്ട്. പക്ഷെ കുറച്ച് ഇച്ചിരി ഒരു 25 ഗ്രാം ഡ്രാമയും കൂടെ ചേർക്കുമ്പോൾ
ആ നോട്ട്സ് കറക്റ്റായിട്ട് വരും. അത് ഹാക്ക് ചെയ്താൽ മാത്രമാണ് ഈ പാട്ട് ഹാക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ശ്രീകുട്ടി, യെസ് സർ. ഈ ശബ്ദം വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ശ്രീകുട്ടി Thank you. പാടിയപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണം, ലാസ്റ്റ് Thank പല്ലവി. അതിന് മുമ്പൊക്കെ കുറച്ച് ഇപ്പൊ എം ജെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഈ പാട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് എന്നുള്ളത് അതാണ് നേരത്തെ പറഞ്ഞ സ്വരം. ആ സ്വരം. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടി പ്രാക്ടീസ് ചെയ്താൽ ഓക്കെ. ഓക്കെ ആയിരിക്കും, അത് ശരിയായി വരും. പിന്നെ ചില എല്ലാത്തിൻ്റെ ലാൻഡിങ്, പുളകം ഞൊറിയുകയായി, കുളിരുമ്പോൾ, അതിൻ്റെയൊക്കെ എൻഡിങ് കുറച്ച് ശ്രുതിയിൽ നിൽക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇപ്പൊ നമ്മുടെ ശ്രേയ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ശ്രേയ ചേച്ചിയോ? സോറി, ശ്രേയ ഘോഷാൽ. ഓ അങ്ങനെ, അത്രയ്ക്ക് വേണ്ട കേട്ടോ. ഇത് ചേച്ചിയല്ലേ? ചേച്ചിയാണ്, പക്ഷെ പേര് മാറിപ്പോയി. ശ്രീയക്കുട്ടി യെസ് മാം. മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ സ്വരം ഉള്ളത് കൊണ്ട്? ഈ സ്വരം എനിക്ക് കുറച്ചൊരു ഇടക്ക് എനിക്ക് പെട്ടെന്ന് വന്നില്ല അത് പറയുമ്പോ. അപ്പൊ എനിക്ക് അതിന്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യം സ്ലിപ്പായി പോയപ്പോ പിന്നെ ടെൻഷനായി. പിന്നെ അങ്ങോട്ടേക്ക് അതെ, ആ ടെൻഷൻ ഇങ്ങനെ നിഴലിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഫുൾ പാട്ടിൽ. ആ ടെൻഷൻ. ശ്രീകുട്ടി ചിരിക്കുന്നില്ല, സാധാരണ ചിരിച്ചോണ്ട് പാടുന്നതാണ്. ശ്രീകുട്ടി അച്ഛനെ നോക്കുന്നില്ല, സാധാരണ അച്ഛനെയൊക്കെ നോക്കി നമ്മളെയൊക്കെ നോക്കി ചിരിച്ചോണ്ട് പാടുന്ന ശ്രീകുട്ടി ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. എനിക്കൊന്നു കുറച്ചുകൂടെ കർണാട്ടിക്കൊക്കെ പഠിക്കാൻ പോണവർക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന ഒരു പാട്ടാണിത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. ശുദ്ധധന്യാസി രാഗം വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ചിത്ര ചേച്ചി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിരിക്കുന്നതാണ്. കേൾക്കാൻ അത്രയും നല്ല പാട്ടാ, പക്ഷെ പാടുമ്പോൾ അറിയാം അതിന്റെ വിവരം. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടാ പാടാൻ വേണ്ടിയിട്ട്. അതും ലൈവില് പാടി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്തായാലും മിടുക്കിയായിട്ട് പാടി. എനിക്കും ഈ പറഞ്ഞ പോലെ ചരണത്തിന് ശേഷം പാടിയ പല്ലവിയും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് പാടാൻ തോന്നി. പിച്ച് പിച്ചപ്പ് ചെയ്താലോ എന്നാണ് ചേട്ടാ എന്റെ ഒരു ഡൗട്ട്. ഇപ്പോഴേതാ സുശാന്ത് ചേട്ടാ, ഡീലാണോ പാടിയേ? ഒറിജിനൽ ഏതാ? സെയിം തന്നെയാണ്, സെയിം ശ്രുതി ഒരു ഒന്ന് അപ്പ് ചെയ്യോ? കിട്ടുമോ ഇതില് പാടാൻ വേണ്ടി? ഈസി ആയിട്ട് പാടാൻ പറ്റുന്നുണ്ട്. ഇനി അനുപല്ലവിയുടെ ഒരു ഫസ്റ്റ് ലൈനും കൂടെ പാടിത്തരുമോ എനിക്ക്? ഏതോ ഹരിതനി കുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ, ആരാമത്തിൻ കുസൃതി പൂങ്കാറ്റും മണവും നീയല്ലോ, അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഓദായത്തിൻ സൗവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവായി മനസ്സിൽ വിരിയൂ. കണ്ടോ, ഈസിലി ഈ ശ്രുതിയിൽ പാടായിരുന്നു ശ്രീകുട്ടിക്ക്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം ഈ പിച്ചും ഈ പറയണ പോലെ ശ്രദ്ധിക്കണം. നമ്മൾ ഒറിജിനലിൽ തന്നെ കേട്ടോ മിടുക്കിയായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് പാടും അടുത്ത പ്രാവശ്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തോ നമ്മുടെ ശ്രീകുട്ടി going to be awarded 97.5 on Moodle. അടുത്ത പ്രാവശ്യം എത്ര മാർക്കാ? 100. ഓൾ ദി ബെസ്റ്റ്. ബൈ. മീനുകൂടാ, എന്തോ എനിക്കൊരു പാട്ട് കേട്ടേ പറ്റൂ. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. ഈ പാട്ട് വരുന്നില്ല എന്ന് കരുതിയിരിക്കുമ്പോ ഇതാ വരുന്നു. അവസാനം അതെത്തി. നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അവസാനം എത്തുന്നു. വെള്ളിച്ചില്ലം വിതറി. മാത്രമല്ല അതൊരു പെർഫോമൻസ് റൗണ്ട് കൂടെയാണ്. കാസർഗോഡ് നിന്നാണ് ആള് വരാൻ പോകുന്നത്. അയ്യോ, പേരുള്ള ഒരാളാണ് ഇന്ന് ജ്വലിക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിജ്വൽ കുട്ടൻ ഓൺ സ്റ്റേജ്. ഓ, ഷൂസ് ഒക്കെ കണ്ടോ? അയ്യോ, പുതിയല്ല, ഇതിനു മുമ്പൊക്കെ പാട്ടിന് ഇട്ടിരുന്നു. ആണോ? പോലെ ഉണ്ടല്ലേ? കാണാൻ വേണ്ടി വൈറ്റിന്റെ കൂടെ ഇടുമ്പോഴാണ് പ്രത്യേക ഒരു നമ്മൾ അത് എടുത്ത് കാണിക്കുന്നത്. സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു അല്ലേ? ഒരു പുതിയ ഷൂസ് കിട്ടിയ എങ്ങനെ ഉണ്ടാവും? പുതിയ ഷൂസ് കിട്ടിയ നല്ല ഒരു സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം നമുക്ക് കൊണ്ടുവന്നാലോ? അങ്കിൾ ഒരെണ്ണം വാങ്ങിച്ചേ. ഏത് സൈസാ? കറക്റ്റ് പറയണല്ലേ അങ്കിൾ? അച്ഛന്റെ സൈസിന് വാങ്ങും. അതെ, സൈസ് അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ അങ്കിളിന്? അച്ഛനിപ്പോ 3-4 ഷർട്ടായി. സൈസ് എത്രയാ? സൈസ് ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ വാങ്ങിച്ചോണ്ടിരും.
വേണ്ടേ? വേണമെന്ന് പറ. വേണം. ആ വേണം. വേണം. ശരിക്കും ചുമ്മാ സന്തോഷം വന്നു. ചുമ്മാ വേണമെന്ന് പറഞ്ഞാലൊന്നും കൊണ്ടുവരില്ല. കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞാലേ കൊണ്ടുവരുള്ളൂ. കിട്ടിയേ പറ്റൂ. ആ, അളവും അതാണ്. പറയും കറക്റ്റ്. അതാണ്. അളവ് പറയാൻ correct. ഓക്കെ. അപ്പൊ ഇന്ന് പാട്ട് നന്നായിട്ട് പാടിയേ പറ്റൂ. ആ. വെള്ളിച്ചിലമല്ലേ? ഉം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിന്നെ പാട്ടാണ്. പാട്ട് പാടുന്നതിന് മുമ്പൊക്കെ ഒരു കാര്യം പറയണ്ട. എന്താണ്? പിന്നെ ഈ പാട്ട് എന്റെ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ആഹാ. പിന്നെ എന്റെ എനിക്കും അതെ. അമ്മമ്മക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ. പിന്നെ ആ ഫ്രണ്ട്സ് ഒക്കെ ഈ ടോപ്പ് സിംഗറിന്റെയും ജഡ്ജസിന്റെയും വലിയൊരു ഫാനാണ്. വലിയ ആണോ? ഫാനാണ്. ആ. 1976 പെരിയ ഗവൺമെന്റ് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച ബാച്ചാണ്. 1976 ഓക്കെ. 1976 പെരിയ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച 10ാം ക്ലാസ്സിലെ ആ ബാച്ചിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. ആ യങ്സ്റ്റേഴ്സിന് ഞങ്ങളുടെ വക അതെ, അതെ. സ്പെഷ്യൽ ഹായ്. അയ്യോ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. സിനിമ ഇണ ആ. വർഷം 1982. പാടിയത് കൃഷ്ണചന്ദ്രൻ ചേട്ടൻ. പിന്നെ അല്ലാന്ന് പറയാൻ പാടില്ല. പാടിയത് കൃഷ്ണചന്ദ്രൻ ആ, സാർ. അത് തന്നെ. Yes. സമാധാനം. പറഞ്ഞു ബാക്കി പറഞ്ഞു. മ്യൂസിക് എ.ടി. ഉമർ സാറ്. ലിറിക്സ് ബിച്ചു തിരുമല സാറ്. യെസ് കറക്റ്റ് ആണ്. എല്ലാം മിടുക്കൻ. കറക്റ്റാ. വെടിച്ചിലായിട്ട് പാടിക്കോ. ആ. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും
നിനക്കറിയാമോ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം വെരി ഗുഡ് സൂപ്പർ സൂപ്പർ യെസ് 12K വിസ്താര അതിമനോഹരം. എന്ത് രസം അവിടെ പോകാൻ തോന്നുന്നു ശരിക്കും. Yes. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അവിടെ മുങ്ങി കുളിച്ചാലോ? പക്ഷെ വീടൊക്കെ ഉണ്ട് പക്ഷേ കേട്ടോ, ലൈറ്റ് ഉണ്ട്. ചൂട് കാലത്ത് ചൂടെടുക്കുമ്പോ നമുക്ക് അവിടെ പോയി കുളിക്കാം. ആ സമയത്ത് മാത്രമേ കുളിക്കാവുള്ളൂ കേട്ടോ, അല്ലാതെ കുളിക്കാൻ പാടില്ല കേട്ടോ. Sorry. അല്ല, മഴക്കാലത്ത് തണുക്കാത്തവർക്ക് വേണമെങ്കിൽ കുളിക്കാം. മഴയായിട്ട് നിങ്ങൾക്ക് തണുക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ എക്സ്ട്രാ തണുപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാം. അവിടെ കുളിക്കാം. പോകാം. ഓ, ഇനി okay. തണുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേനൽക്കാലത്ത് അവിടെ പോകാം. അവിടെ പോകും. ആണല്ലേ? ഇപ്പൊ Okay. ഇടവപ്പാതിയല്ലേ? ആ. ഇടവപ്പാതി ആയതുകൊണ്ട് മഴയുണ്ട്, ആ. തണുപ്പ് കാലാണ്. പക്ഷെ വല്ല ആവശ്യമുണ്ടോ നിനക്ക് ഇങ്ങനെ പാടി നമ്മുടെ തണുപ്പ് കൂട്ടിയിട്ട്? അതെ, കുളിര് കോരിച്ചിട്ട് വല്ല വല്ല ആവശ്യം അതെ. അത് ഇപ്പൊ മഴക്കാലം ആണല്ലോ, ആ. അപ്പൊ തണുപ്പ് എന്തായാലും പുറത്തു പോയാൽ കിട്ടുമല്ലോ. അപ്പൊ ഈ പാട്ടിലും കൂടി ഒന്ന് കിട്ടിയെന്നേല്ലു. അതെ ഇല്ലോ, അതെ അത്രേ ഇല്ലോ. അതെ 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 പാട്ട് നല്ല കുളിര് കോരി ഞങ്ങൾ. കുളിര് കോരി. രോമാഞ്ചം വന്നു. കൺവിൻസ് ചെയ്തേ നോക്ക്. അതെ പിന്നെ ആ ഡാൻസ് കണ്ട് ഞെട്ടിപ്പോയി അല്ലേ? അയ്യോ അതെന്തായിരുന്നു? അത് സൂപ്പർ അതെങ്ങനെയായിരുന്നു? കീഴിലെ അതെങ്ങനെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു. ആ, അതെ. അതന്നെ. അതെ അതെ എന്തൊക്കെ സ്റ്റെപ്സ് അതിനിടയിൽ ഇങ്ങനെയും കൂടെ. അതെ 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 ഇങ്ങനെ വലിച്ചു വിടുന്ന സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. അതെ. ഇടയ്ക്ക്. അല്ല, ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നതാണോ സ്റ്റെപ്പ്? അത് ഇവിടെ വെച്ച് തോന്നിയതാണോ? സ്റ്റെപ്പ് പഠിച്ചിട്ട് വന്നതാ. എല്ലാം ആണോ? പഠിച്ചല്ലേ? ഓ, അത് ശരി. ആ. വെൽ പ്ലാൻ. അപ്പൊ വേറൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു? അതേതായിരുന്നു? ഇങ്ങനെ കാല് വെച്ചിട്ടൊരു സ്റ്റെപ്പ്. ആ, അതാ ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പ്. മടക്കുന്നത്. അതെങ്ങനെയത്? കാല് മടക്കിട്ട്. അതെങ്ങനെയായിരുന്നു? ചവിട്ടി, ആ മടക്കി, ചവിട്ടി. അവിടെയും ചവിട്ടി. ആ അപ്പൊ ലെഫ്റ്റിലോട്ടൊരു ചവിട്ട്, പിന്നെ റൈറ്റിലോട്ടൊരു ചവിട്ട്. എഫേർട്ട്ലെസ് ആയിട്ടുള്ള നേരെ ഡാൻസ്. അതെ, അതെ. ഈസി ആണല്ലേ? ആ അപ്പൊ വെള്ളിച്ചില്ലം ഇന്ന് വിതറി, തുള്ളി തുള്ളി ഒഴുകി. ആ, വെള്ളിയൊന്നും വീണില്ല. വീണില്ല, ശബ്ദമൊന്നും ഇടറിയില്ല. അതെ ആ, എല്ലാം വെടിച്ചിലായി. സബാഷായിരുന്നു. you. വെടിച്ചില്ലായിട്ട് പാടി. വെടിച്ചില്ലായി വെടിച്ചില്ല. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം. മാത്രമല്ല ഡിഫൈൻ ചെയ്താണ് പാടുന്നത് കേട്ടോ, ആ. ഓരോ സംഗതിയും. ഇന്നാണ് സംഗമം, അതെങ്ങനെ? എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. അത് ആ സംഗതി ഇങ്ങനെ വരച്ചു കാണിക്കുന്നുണ്ടേ. അതെ ഗ്രാഫിക്കൽ ഡെപിക്ഷൻ ഓഫ് ദ സംഗതി വരുന്നുണ്ട്. അതൊന്നുകൂടെ കാണിച്ച്. എങ്ങാണു സംഗമം. ഓ, യെസ്. പിന്നെ അനുബലയില് തരരാരിരീ, അത് എങ്ങനെ പാടിയ? മനസ്സിന്റെ ഓരം ആ ആ സംഗതി കണ്ടോ അങ്ങനെ? ആ, അത് കറക്റ്റായിട്ട് വരച്ചു കാണിക്കണേ അതെ ഒന്നുകൂടെ. അതെ മനസ്സിന്റെ ഓരം യെസ്. ഓ. ആ. രണ്ടാമത്തെ ഒരു ഒരു മലയടിവാരം ആ, ആ. ആ വീടൊരു പുതിയ പുലരിയോ. പറയാമോ, അത് നല്ല രസമായിരുന്നു കേട്ടോ. അതെ ഓ, അത് അതുപോലെ beautiful തന്നെ ആയിരുന്നു. ഹസ്കി ആയിട്ട് മനസ്സറിയാതെ. നൈസ്. താങ്ക് യു. ആ മനസ്സറിയാതെ ഇത്രയും സോഫ്റ്റ് ആക്കിയില്ലേ, ആ. ഒരു സീക്രട്ട് ആയിട്ട് പറഞ്ഞില്ലേ, ആ. അത് അങ്ങള് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ താങ്ക് യു. ഒത്തിരി താങ്ക് യു. ഇഷ്ടപ്പെട്ടു. അത് കുറച്ചും കൂടെ രഹസ്യമായിട്ട് പറയാൻ പറ്റും. അറിയാതെ മനസ്സറിയാതെ കുറച്ചും കൂടെ സീക്രട്ട് ആക്കാൻ പറ്റും. മനസ്സറിയാതെ കുറച്ചും കൂടെ. കുറച്ചും കൂടി ആക്കാൻ കഴിയില്ല. കുളിപ്പിച്ച് കൊച്ചിനെ ഞാൻ ആക്കാൻ കഴിയില്ല. കുറച്ചുകൂടെ ആക്കാൻ കഴിയില്ല. എങ്ങനെ അതെ. ആങ്കിളുടെ അടുത്തേക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? Impossible. പറ്റൂല. അങ്കിളുടെ അടുത്ത് പറയാ കുളിപ്പിച്ച് കൊച്ചിനെ രണ്ടാക്കല്. മോൻ പാടിയതാണ് കറക്റ്റ്. Yes. അതിനെ സീക്രട്ട് ആക്കേണ്ട ആവശ്യമില്ല. അങ്കിളൊന്ന് ട്രൈ നോക്കിയാ അതൊരു വേരിയേഷൻ ഒക്കെ പറ്റുമോ നോക്കണ്ടേ. അതുകൊണ്ട് വെറുതെ റിജുവിനെ കൊണ്ട് എന്റെ പറ്റും. കുട്ടീനെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുക. അവൻ പേടിച്ചു പാവം. ഉഗ്രനായിട്ട് പാടി കേട്ടോ, അങ്കിള് ഒത്തിരി ഇഷ്ടമായി. Yes. താങ്ക് യു. റിച്ചുലൂട്ടാ, എന്തോ ഈ പേന എനിക്ക് എന്തിനാന്ന് ഞാൻ ആലോചിച്ചു പോവാ.
ഓ ഇതും എടുത്തോ. അതെ കൊണ്ടുപോയി ഇത് കൂടെ വെച്ചോ. അതെ ആവശ്യമേ അല്ല ഈ സാധനം. പ്രത്യേകിച്ച് ഈ പാട്ട് പാടിയപ്പോൾ റിജുൽക്കുട്ടൻ പാടിയപ്പോൾ അതിന്റെ ആവശ്യമേ വന്നില്ല. അവന്റെ ഒരു സന്തോഷം കേട്ടോ. ആ എന്താ അടിപൊളി. വെടിച്ചില്ലായിട്ട് പാടി. വെള്ളിച്ചില്ലും വിതറി. വെടിച്ചില്ലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ. വെടിച്ചില്ലാക്കണെന്ന് പറഞ്ഞില്ലേ, ആ. വെടിച്ചില്ലായി. പിന്നെ ആദ്യം പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആരെ പ്രാർത്ഥിച്ചേ? അത് റിഹേഴ്സലിന്റെ സമയത്ത് അത് തന്നെ. ആരെ ഇഷ്ടദൈവം ആരെ പ്രാർത്ഥിച്ചേ? ഗുരുവായൂരപ്പനെയും മുത്തപ്പനും. ആണല്ലേ? ആ. ആ രണ്ടുപേരെ പ്രാർത്ഥിച്ചു. അത് ശരിക്കും കടാക്ഷിച്ചിട്ടുണ്ടെന്ന് രണ്ടുപേരും. ആ. നന്നായിട്ട് പാടി. എല്ലാ ഭാഗങ്ങളും ഈ പറഞ്ഞ പോലെ അളന്ന് കുറിച്ച സംഗതികളും എല്ലാം ഭംഗിയായിട്ട്, പ്രിസൈസ് അതെ പ്രിസൈസ് താങ്ക് യു. ആയിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. മധുവങ്കളുടെ അത് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. യെസ്. റിജൽ കുട്ടാ, എന്തോ എനിക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടു. താങ്ക് യു. ഒരു ഫ്ലൈയിങ് കിസ് തരട്ടെ നിനക്ക്. മ്വാ. ഓ എന്റെ വക എറിയട്ടെ. എന്നാ പിന്നെ ഞാനായിട്ട് പിടിച്ചോ. എന്റെ ഉമ്മ. യെസ്. വീട്ടു മിടുക്കനായിട്ട് പാടി കേട്ടോ. കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ, ചിറകുള്ള മിഴികൾ, നനയുന്ന പൂവുകൾ, മനസ്സിന്റെ ഓരം ഒരു മലയടിവാരം, അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ. നല്ല രസമുണ്ടായിരുന്നു ഓരോ ഭാഗവും കേൾക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രിസൈസ്, വളരെ കൃത്യമായിരുന്നു. കൂടെ ആ സ്പെഷ്യൽ സ്റ്റെപ്സ്, വളരെ പ്രത്യേകതകൾ നിറഞ്ഞ അതെ. Variety steps. സ്പെഷ്യൽ സ്റ്റെപ്സ്, റിച്വൽ സ്പെഷ്യൽ സ്റ്റെപ്സ് യെസ്. ഒക്കെ കൂടെ ഇതൊരു കലക്കൽ അങ്ങ് കലക്കി താങ്ക് യു. കേട്ടോ. ഒരാളക്കി. ഞാൻ ആ ഹൈ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അയ്യോ സ്ക്രാച്ച് വരുമോ ഒന്നും പറ്റിയില്ല. സ്മൂത്ത് ആയിട്ട് അവിടെ പാടിപ്പോയി. അത് റിഹേഴ്സലിന്റെ സമയത്ത് ആന്റി വെള്ളം കൊണ്ടുവന്നില്ല നിങ്ങൾ പറഞ്ഞിട്ട് ആ വോയിസിന്റെ സ്ക്രാച്ച് അതുകൊണ്ട് സ്ക്രാച്ച് വെള്ളത്തിലൂടെ ഇറങ്ങിപ്പോയി. വെള്ളത്തിലൂടെ അങ്ങ് പോയി. ഒഴുകിപ്പോയി ആ അതെ, ഇനി scratch. സ്ക്രാച്ച് വരുന്ന എല്ലാവരും കുറച്ച് വെള്ളം കുടിച്ചാ അതൊക്കെ സെറ്റ് ആന്റി ആവും. കൊണ്ടുവരുന്ന വെള്ളം ആന്റി മൊത്തം അതെ. കുടിക്കുക. മുഴുവൻ കുടിക്കാം. അപ്പൊ അതെല്ലാം സെറ്റ് ആവും. ഓക്കെ അതല്ലേ? അപ്പൊ അപ്പൊ അടുത്ത പ്രാവശ്യം ഒരു 5 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് വരണേ. ആന്ന് അവ കേൾക്കട്ടോ. ഞാൻ ഇന്ന് തന്നെ കൊറേ വെള്ളം കുടിച്ചിനി. ആണോ? കുടിച്ചു. കുറച്ച് പിന്നെ കുറെ നല്ലോണം കുടിച്ചിനി? മൂത്രമൊക്കെയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും Yes. ഭേഷ്. അതെ. താങ്ക് യു. വളരെ മിടുക്കൻ. ഭേഷ്. അടിപൊളി. താങ്ക് യു. നീ മാർക്ക് നോക്കാം അല്ലേ? കലക്കി. റിച്ചൽ റിച്ചൽ കുട്ടന് കുട്ടന് 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 10 + 9 99 on 100. താങ്ക് യു. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. Congratulations. ഇപ്പോഴേക്ക് 99 ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അതെ. അതെ ഈ പുതിയ സമയത്ത് റൗണ്ട് അല്ലേ? ആ. അപ്പൊ ആർക്കും കിട്ടുന്നില്ല 99 ഒന്നും. ആ. റിജൽ കൂട്ടം മേടിച്ചില്ല. അത്രയ്ക്ക് സൂപ്പർ ആയതുകൊണ്ടാ. എനിക്ക് ഇത്ര മാർക്ക് അറിയും. ഒരു 98-നും 100-നും മതി. മതി. അത്ര മതിയല്ലേ? അതാണ് റേഞ്ച്. ഒന്നുമില്ല. അതിന് തൃപ്തനായിട്ട് പോകുന്ന ആളാണ്. 98-ല് താഴോട്ടും പോകരുത്, 100-ല് മേളോട്ട് കൂടുകയും ചെയ്യരുത്. അപ്പൊ സ്റ്റാർ ഒന്നും ഇഷ്ടമല്ലേ റിജൽ കൂട്ടന്? എല്ലാം ഇഷ്ടാ. എല്ലാ പാട്ടിനും അങ്ങനെ 100 കിട്ടണമെന്നൊന്നുമില്ല. അങ്ങനെ നിർബന്ധമില്ല. നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആ. ഓക്കേ, മിടുക്കൻ. ശരി. മിടുകനാട്ടോ. ചില പാട്ടിന് ചെറിയ തെറ്റുകളൊക്കെ വരാലോ. വരാം. That is the right Yes. attitude. I Very love good. your attitude. യെസ്. Yes. ഗംഭീരം. താങ്ക് യു. ഗൗതം ഗംഭീരാണ് നീ. റിജൽ കുട്ടനാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. താങ്ക് യു. യെസ്. ആര്യ ചേച്ചി വെൽക്കം. റിച്ചൽ കുട്ടാ, എന്തോ ഇതിനേക്കാളും സ്റ്റൈലിഷ് ആയി ഇനി വരാൻ പറ്റുമോ? ഇല്ല. പറ്റില്ലേ? എന്നാൽ ഇല്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ് വെച്ച് നമുക്ക് ഇതിനേക്കാൾ സ്റ്റൈലിഷ് ആവാൻ പറ്റുമോ മീനുട്ടാ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. എന്നാ പറ്റും. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സ്റ്റാറിന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ മിടുകൻ. ടാറ്റാ, സീ യു. ടാറ്റാ. താങ്ക് യു See ആര്യ you. ചേച്ചി. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് ദേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകർക്ക് ഇന്നത്തെ പാട്ടുകളും പെർഫോമൻസും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ന് തൽക്കാലത്തേക്ക് ടാറ്റ പറയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.